ഹായ് കൂട്ടുകാരെ, D4DTS എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുടുംബക്കാരെ എല്ലാവരും എന്ന് വെച്ചാൽ എൻ്റെ അമ്മ, എൻ്റെ ആൻറ്റി, എൻ്റെ മോള്, പിന്നെ എൻ്റെ അനു, നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇവിടെ ഒരു കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോവുകയാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചെടികളും കാര്യങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ വഴിയിൽ തന്നെ നമുക്കൊരു ഗാർഡൻ കണ്ടായിരുന്നു. അപ്പോൾ ആ ഗാർഡനിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ വന്നത്. അപ്പോൾ അതിനേക്കാൾ നല്ലത് പിന്നെ അങ്ങോട്ട് പോകുന്നത് നല്ലത്, കാരണം അത് വലിയൊരു ഗാർഡനാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആട്രമുല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ആദ്യം വരേണ്ടത്. ആട്രമുല വന്നിട്ട് നമുക്ക് ഈ ലൊക്കേഷനിലും കാണാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ബോട്ടണിക്കൽ ഗാർഡനിൽ നിന്നുള്ള പോകുന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ. അവിടെ ആ ബോർഡിൽ നമ്മൾ നോക്കി ഇങ്ങോട്ട് പോയാൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാ വിശേഷങ്ങളും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാം. ഹലോ, അപ്പോൾ നമ്മൾ ആ വഴിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ ഈ വഴി പോകുന്ന സ്ഥലമല്ല, ഇതോടെ ഇങ്ങനെ നേരെ പൊയ്ക്കൊണ്ടിരിക്കുക. ഏകദേശം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഗാർഡനെ ജസ്റ്റ് ഒന്ന് കാണാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ആരംഭമായി വളവ് തിരിഞ്ഞ് വരുമ്പോൾ തന്നെ കാണാവുന്നതാണ്. എത്തുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും കേട്ടോ. 5 മണിക്ക് മുന്നേ എത്തണം. 5 മണി മുന്നേ എത്തിയാലേ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഒന്നും കിട്ടത്തില്ല. അതതിൻ്റെ പ്രത്യേകത, കാരണം ഇത് അടച്ചിട്ട് പോകും. നമ്മളിപ്പം കുഴിപ്പള്ളം ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻട്രൻസ്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് പോവുക. ആൾക്കാരെല്ലാം ഒരുപാട് പേരുണ്ട്. നമ്മൾ വണ്ടി അങ്ങ് അറ്റം വരെ പോകുന്നതാണ് കേട്ടോ, ആ ഗാർഡൻ്റെ അതുവരെ. കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ആർട്ടിഫിഷ്യൽ വർക്കുകളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. 2 സൈഡും പുല്ലും കാര്യങ്ങളെല്ലാം ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ജോലിക്കാർ ഇവിടെ ഉണ്ട്. നമുക്ക് ഏത് തരത്തിലുള്ള ചെടികളും ഇവിടെ കാണാവുന്നതാണ്. ഞാനൊരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോഴേ നമുക്ക് ലക്ഷങ്ങളും രൂപ വിലയുള്ള ചെടികളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരൈറ്റം പുല്ല്, നമ്മുടെ തറയിലൊക്കെ നട്ടിട്ട് പിടിപ്പിക്കുന്ന പുല്ലുണ്ടല്ലോ, മേറ്റിൻ്റെ പാലായിട്ട് ഉപയോഗിക്കുന്ന ആ പുല്ലൊക്കെ ഈ സൈഡുണ്ട്. എന്നാലും വിശേഷങ്ങൾ ഫുള്ള് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യമുണ്ട്. അപ്പം ഞാൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാണ് കേട്ടോ. ബാക്കി എല്ലാ കാഴ്ചകളും വിശദമായിട്ട് കാണിച്ചു തരാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് പാർക്ക് ചെയ്യാം, അതാണ് നല്ലതെന്ന് തോന്നുന്നു. അങ്ങോട്ട് പാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടാണിക്കൽ ഗാർഡൻ. ബോട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ നല്ല വ്യൂസാണ്. ഇപ്പം ടൂറായിട്ട് വന്നാലും കുഴപ്പമില്ല, പിന്നെ ടൂറിനോടൊപ്പം നമുക്ക് ചെടികളും വാങ്ങാവുന്നതാണ്. നമ്മളവിടെ നിന്നാണ് താഴോട്ട് ഇറങ്ങി വന്നത്. ഇങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നായിരുന്നു. എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്, ചെടികൾ വാങ്ങുന്നതിനും പിന്നെ കാണുന്നതിനും വന്നിട്ട് ആൾക്കാരെല്ലാം ഉണ്ട്. ഞാൻ ആദ്യം ഫുൾ ലൊക്കേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാവുന്നതാണ്. വണ്ടികളൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. ഈ തരിയിൽ വാങ്ങാനുള്ള വന്ന ആൾക്കാരും കാണാൻ വന്നവർ ഒരുപാട് പേരുണ്ട്. അമ്മയൊക്കെ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അമ്മ ഇന്ന് കുറേ ചെടികളൊക്കെ എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. അതുമല്ല വൈഫും അവിടെ ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. പല ചെടികളെടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയായിരിക്കും പോകുന്നത്. നോക്കുന്നുണ്ട്. അതുകൊണ്ട് വിദേശികളും വന്നിട്ടുണ്ട്. വിദേശത്ത് നിന്ന് ആൾക്കാർ വരാറുണ്ട് ഇത് കാണാനും കാര്യങ്ങൾക്ക് വേണ്ടി. കാരണം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ബോട്ടാണിക്കൽ ഗാർഡൻ എന്ന് വെച്ചാൽ. നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്നതാണ്. പല തരത്തിലുള്ള ചെടികളുണ്ട് ഇവിടെ, എല്ലാ തരത്തിലും ചെടികൾ. പലരും പല വിലയാണ്. അതൊക്കെ അതുകൊണ്ടോ എന്ത് അദ്രന വായിക്കോരും കൊള്ളുന്നില്ല, അതുപോലത്തെ പേരാ. 550 രൂപ ഒരു ചെടിക്ക്. ഓ പഞ്ചാബിലുള്ള ഇതാണ് സിന്ധു ആൻറ്റി. അന്ന് നോക്കിക്കൊണ്ടിരിക്കുക. വീണ്ടും കാഴ്ചയിലേക്ക് പോകാം. എല്ലാ സ്ഥലങ്ങളും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം.
ചെടികൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ചെറിയ ദൂരെ വ്യൂവിൽ കാണുന്നതിന് ഏറ്റവും ബെറ്ററെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. മാവൊക്കെ പൂത്ത് നിൽക്കുകയാണ്. എന്താ ഇത് പ്ലാവൊക്കെ ഉണ്ട്. വരിക്ക പ്ലാവും കാര്യങ്ങളെല്ലാം ഉണ്ട്. വലിയ വരിക്ക പ്ലാവിന് പറയുന്നത് 850 രൂപ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ അതുപോലെ ഇത് റെഡ് ജാക്ക് എന്ന് വെച്ചാൽ ചെമ്പരത്തി വരിക്ക എന്ന് പറയും. അതിന് 120 രൂപ തൈക്ക്. ഇത് കംപ്ലീറ്റ് പ്ലാവിൻ്റെയും കാര്യങ്ങളെ പ്ലാവ്. പിന്നെ അതുപോലെ ഇതെന്താണ്, ഇത് അതുപോലെ തന്നെ ഇത് മാവാണ്. 100 രൂപയാണ് അതിൻ്റെ വില. പക്ഷെ നമുക്ക് നല്ല ലാഭത്തിൽ ഇവിടെ വന്ന് ചെടികളും കാര്യങ്ങളെല്ലാം വാങ്ങാവുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ കിട്ടുന്നതിനേക്കാളും ലാഭത്തിൽ നമുക്കെല്ലാം വാങ്ങാവുന്നതാണ്. ഈ മാവിൻ്റെ പേരാണ് റെഡ് ഐവറി. ഉണ്ടോ? ഓരോ മരത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇവിടെ വിലയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മളിതെല്ലാം ഇല്ലയോ നേരിട്ടൊന്ന് കാണുന്നതിനെ കുറച്ച് ബെറ്റർ. വാങ്ങാനും പറ്റും, പിന്നെ കാണാനും പറ്റും. ഇവിടെയുള്ള പലതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പിന്നെ അതായത് ബ്രസീൽ മൽബറി, ഇതാണ് ബ്രസീൽ മൽബറി, 200 രൂപയാണ്. പിന്നെ ബെർ ആപ്പിൾ എന്നറിയത്തില്ല, ഇതൊക്കെ 200 അല്ല 85 രൂപയാണ്. ഇതെല്ലാം നമുക്കിങ്ങനെ കാണാം. ഉണ്ടോ? 2 സൈഡും ഇങ്ങനെ ഓരോന്നേരം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ചെടികൾ. എന്ത് അബിയു, ഞാൻ പോലും കേട്ടിട്ടില്ല എന്താണ് അബിയു. എന്താണ് അബിയു എന്ന് പറയുന്ന ചെടി? ഇതൊക്കെ പല വർഗ്ഗങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ നടുക്കിയിരിക്കുകയാണ് ഇപ്പോൾ. പേരയ്ക്ക എല്ലാ ഐറ്റവും തോന്നുന്നുണ്ട്. അതടുത്ത് കുറച്ച് ചെടികളാണ്. പല വെറൈറ്റി ഐറ്റംസിലുള്ള പേരയ്ക്കയും എല്ലാം ഉണ്ട്. വലുതും ചെറുതുമായ പല പേരയ്ക്കയുടെ തൈകളും പേരമരത്തിൻ്റെ തൈകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ആൾക്കാരൊക്കെ ചെടിയൊക്കെ വാങ്ങിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതൊരു പേരമരത്തിൻ്റെ പേരാണ് പാളയം തോടൻ. ഉണ്ടോ? അത് 30 രൂപയാണ് തൈയുടെ വില. അതുപോലത്തെ വാഴ, എന്തൊക്കെയോ വാഴയുടെ എല്ലാം. എന്തായാലും നിങ്ങൾ നേരിട്ടൊന്ന് കാണുക. കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങാനും പറ്റും. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞല്ലോ, വാങ്ങാനും പറ്റും. കാര്യങ്ങളെല്ലാം എല്ലാം നടക്കും ഇവിടെ. ഇനി ഞാൻ എന്തായാലും പൂന്തോട്ടത്തിലേക്ക് പോകാം. എന്തായാലും ഫലവർഗ്ഗങ്ങളെല്ലാം വെള്ളം കായ്ക്കുന്ന മരങ്ങളെ ഞാൻ ഏകദേശം കാണിച്ചു തന്നു. അവരോട് ഇത് പഴം തരുന്ന പഴവർഗ്ഗങ്ങൾ തരുന്ന മരങ്ങളുടെ പേരൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന മരങ്ങളും ഞാൻ ഇവിടെ കണ്ടായിരുന്നു. എന്ത് കംബോഡിയൻ 125 രൂപ. എന്തൊരു പ്ലാവാണ് കേട്ടോ. ഇനി എന്തായാലും ചെടികളുടെ ഭാഗത്തേക്ക് പോകാം. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന പൂന്തോട്ടത്തിലേക്കാണ്. റോസുകളുടെ പല വെറൈറ്റി റോസുകൾ കാണാവുന്നതാണ്. കണ്ടോ? പലതരം വെറൈറ്റി റോസുകൾ കാണാവുന്നതാണ്. 2 സൈഡും ഉണ്ട് ഇങ്ങനെ. ഇതാ ഇവിടെ നിന്ന് കണ്ടു പോകാം. എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഒരു 10 ഏക്കറിന് മുകളിൽ ഈ പൂന്തോട്ടമുണ്ട്. 2 സൈഡ് നിൽപ്പുണ്ട് ചെടികളുടെ. നോക്കുന്നുണ്ട്.
എൻ്റെ വൈഫ് ഇപ്പോൾ ഒരു ചെടി എടുത്തു, റോസയാണ്. 150 എന്ന് പറയുന്ന ഈ ഒരു ചെടി ചട്ടിയോടൊപ്പം ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. ഒരുപാട് മുട്ടകൾ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന കടലാസ് ചെടിയുടെ ഒരു കൂട്ടം തന്നെയാണ്. പലതരം വെറൈറ്റിയുള്ള കടലാസ് ചെടികളിലൂടെ കാണാവുന്നതാണ്. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചെടിയിട്ടോട്ടം കാണാൻ പോയാണ്. നല്ല രസമായ പൂക്കൾ നോക്കും നമ്മൾ പോയിട്ട് വരും. ഇതിൻ്റെ മോളാണ്, മോളുടെ കുറച്ച് ഡയലോഗാണ് ഇപ്പോൾ വന്നത്. ഇത് കണ്ടോ, പൂവൊക്കെ എല്ലാം കണ്ടോ, പൂവൊക്കെ എല്ലാം. ഇത് നല്ല മഹോര. നമ്മളിപ്പോൾ വന്നേ ഉള്ളൂ. അമ്പത്തേക്കാൾ ഇരിക്കുന്നത് നമ്മുടെ സ്ഥാനത്തേക്ക് പോവാം. ഓക്കെ, ഒരുപാട് ജോലിക്കാരൊക്കെ ഇവിടെ ഉണ്ട്. പൂവൊക്കെ എല്ലാം ഇവിടെ ഉണ്ട്. ഈ പൂവൊക്കെ ഇവിടുത്തെ പൂക്കൊള്ളാം. ഇവിടത്തെ കണ്ടു ചുവ പൂ കാണാം, ഇതൊക്കെ കാണാം. പിന്നെ ഇതും പിങ്ക്, എല്ലാ പൂവും കാണാം. ഇവിടെ നിന്ന് കുറച്ച് പൂവ് മൊത്തം പൂവിടുന്നു. നോക്കിക്കോ, ഇത്ര സ്ഥലങ്ങളുണ്ട്. നമ്മൾ കാണിച്ചു തരാം. ഇനി നമുക്ക് നമ്മുടെ ചാനലിലേക്ക് പോവാം. ഇപ്പം ഇത് എന്ത് തരം റോസെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ നിൽക്കുക? ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണുക. ഇതിൻ്റെ പൊക്കത്തിൽ നിൽക്കുക റോസ. ഇതൊക്കെ നന്നായിട്ട് ഇരിക്കുന്നത് ഭയങ്കര. എൻ്റെ അച്ഛൻ കള്ളം പറയാ, ഇത് നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ആ അതെ, കണ്ടോ. ഇനി നമുക്ക് വേട് പൂന്തോട്ടത്തിൽ പോവാം. ഇനി കാണാം ഇവിടെ. ഓക്കെ ഓക്കെ, ഇതെല്ലാം മോളാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പം മോള് പുറകെ പോകാം. എന്താ അമ്മ ഇവിടെ നിന്ന് കുറച്ച് ചെടിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ ഇപ്പം ഇത് ഇത്ര എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു റോസ ചെടി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഒരുപാട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഒരാളൊന്ന് തളർന്നു വന്നിരിക്കുക. കുട്ടിയുടെ പുറകെ പോകാം. മീനിക്കുട്ടി അടുത്ത സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവരികയാണ്. ഇയാളാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ, ആളെ കൊണ്ടുപോവുകയാണ്. നമ്മൾ കണ്ടിട്ടേ ഇല്ല. എൻ്റെ അച്ഛൻ ഇവിടെ പോയിട്ട് ഞാൻ പോയിട്ടില്ല. കുഞ്ഞായപ്പോഴാണ് ഞാൻ പോയിട്ട്. ഇവിടെ കണ്ടു നല്ല സാധനങ്ങളായിട്ട്. ഇനി ബാക്കിയൊക്കെ കാണിച്ചുതരാം. നോക്കിക്കോ, ഇതൊക്കെ നല്ലതാ. ഇത് നല്ലതാ ഭയങ്കര. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇതിന് ചെയ്യാൻ പറ്റും. ഇതിന് വെള്ളമില്ല, പക്ഷെ മീനില്ല. നോക്കിക്കോ, മീനൊന്നും ഇല്ല. ഈ ചെടിക്ക് 60 രൂപ. ഏറ്റവും ചെറുതാണ്. പക്ഷെ ഇത് കണ്ടോ, ഇത് വെള്ളം വരുന്ന സാധനം കണ്ടാൽ പേടിയാവും. ഇത് 1200 രൂപയാണ്. പക്ഷെ നമുക്ക് ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടോ. പക്ഷെ ഈ തോട്ടം നല്ലതാ. ഇത് 85 രൂപ. ഇതെന്തോ ഒരു ഐറ്റം കള്ളിമുള്ളി ചെടിയാണത്. തൊട്ട് നോക്കിയാൽ മുള്ളുള്ളൂ. ഇതൊരു കള്ളിമുള്ളി ചെടിയാണ്. എവിടെയും പല സ്ഥലത്തെല്ലാം തൂക്കി കിട്ടിയിട്ടുണ്ട്. അവിടെയെല്ലാം നോക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് 750 രൂപ മുതലും 1200 രൂപയുള്ള പല ചെടികളുണ്ട്. 4 ലെയർ ബിഗ്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ വയ്ക്കുന്ന ഒരു പ്രത്യേക ചെടിയാണ്. വീടിനകത്തൊക്കെ നട്ടുപിടിപ്പിക്കുന്ന. ഇത് 325 രൂപ. 2B എന്ന് എഴുതിയിട്ടുണ്ട്. 325 രൂപയാണ്. കെട്ടി തൂക്കിയിടുന്ന ചെടികളും എല്ലാം ഉണ്ട്. ഓരോ വലുപ്പത്തിനനുസരിച്ച് ചെടികളുടെ വിലയിലും വ്യത്യാസം വരുന്നുണ്ട്. 170 രൂപയാണിത്. ഇതിൻ്റെ മുകളിലെ ചെടിയാണ്. സ്ഥലത്തേക്ക് പോകാം. ഇവിടുത്തെ മുതലാളിയാണ് ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മീൻ മുതലാളി ഓടയാണ്. അപ്പം ഞാൻ അവരെ പുറകെ ഓടേണ്ടിയിരുന്നുണ്ട് തന്നെ. എന്താ ഈ അതിന് നമുക്ക് അടുത്തുള്ള ഒരു വേറെ ചെടിയായതൊരു, എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. വീട്ടിലൊക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരിക്കും. എൻ്റെ പേര് നോക്കട്ടെ. 350 രൂപയാണ്. എൻ്റെ വില തന്നെ നിങ്ങൾ തന്നെ വായിച്ചാൽ മതി.
ഏഡി അഡ്നിയം എന്ന് പറയുന്ന ഒരാൾ എടുത്ത് വെച്ചിരിക്കുകയാണ് തോന്നുന്നു. ഇതൊരു മരമാണ്, സർപ്പഗന്ധി എന്തെന്നാണ് ഇതിൻ്റെ പേര്. വീടിൻ്റെ അവിടെ എല്ലാം നമ്മുടെ ചുമരിലൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റും. താഴെ നോക്കാം. അത് ചായ വന്നേ, അവിടെ ഒന്നുമില്ല വന്ന്. പിന്നെ ചായ കുടിക്കുന്ന സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഇത് മുള. ഇവിടെ നമുക്ക് ചെടിച്ചട്ടിയും വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ എന്നുവെച്ചാൽ ഒന്നുമില്ലാത്ത ചെടിച്ചട്ടിയും വാങ്ങാൻ കിട്ടുന്നതാണ്. അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് അവിടെ പോകണ്ടടി. അവിടെ എന്താണ്? അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ. മോൾ വിദേശികളൊന്നും നിൽപ്പുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കയറി പോകേണ്ട സ്ഥലവും കാര്യങ്ങളൊക്കെ. നമ്മൾ ചെടി ചിത്രത്തിലേക്ക് പോ. നോക്കി, ഇത് പുളിയാണ്. എന്ത് പുളിയാണെന്ന് അറിയത്തില്ല, അതുകൂടെ ചോദിച്ചല്ലറിയാം. നമുക്കതിൻ്റെ ഒരു സീനറി, നമ്മൾ ഫുള്ളായിട്ടൊരു സീനറി നമുക്ക് കാണിച്ചു തരാവുന്നതാണ് അതിൻ്റെ മുകളിൽ കയറിയ ശേഷം. ഇതും പലതരത്തിലുള്ള ഒരു ചെടികളാണ് കണ്ടോ. പല വെറൈറ്റി ആയിട്ടുള്ള പല ചെടികളും ഇവിടെ ഉണ്ട്. ഇതിൻ്റെ എല്ലാം പല വിലയാണ്, നല്ല വിലയുണ്ട് ഇതിനൊക്കെ. പിന്നെ അതെ ഇത് കണ്ടോ, അവതാർ സിനിമയിൽ ഇതുപോലെ ഇരിക്കുന്നത്. അതുപോലെ ചെടിയാണ്. അവിടെ എന്താണെന്ന് നോക്കാം. മീന് വന്നേ. ഇതും പലതരത്തിലുള്ള ചെടികളാണ് ഇവിടെ ഉള്ളത് അല്ല. ഇവിടെ ചെറിയ കുളം തന്നെയുണ്ട്. ഇവിടെ ചെറിയ കുളം തന്നെയുണ്ട് ഉണ്ടോ. പക്ഷേ പ്രാവുകളെല്ലാം വളർത്തുന്നുണ്ട് ഇവിടെ. ഓരോ വെറൈറ്റിയാണ്. ഇങ്ങോട്ട് നോക്കാം. ഇതും വെറൈറ്റി എന്തൊക്കെയോ ചെടികളും വിലകളൊന്നും അറിയത്തില്ല. നമുക്ക് ആവശ്യമുള്ള ചെടി നമുക്ക് വില ചോദിച്ച് നമ്മൾ വാങ്ങാവുന്നേ ഉള്ളൂ. ഇത് മുല്ലയാണെന്ന് തോന്നുന്നു. അത് നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ആ ശരി, നോക്കി കാല് നോക്കി കാല്. എന്തേന്നേ? ആ കുഴപ്പമില്ല. ആ വന്നേ, വന്നേ. ഇതടുത്ത് കുറച്ച് ചെടികളാണ്. മീന് വന്നേ. ചേട്ടാ ഇത് മൊത്തം എത്ര ഏക്കർ വരും? ഇത് എത്ര ഏക്കറിനുള്ളിലായിരിക്കും ഇത്? ആര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്ലിയർ അറിയത്തില്ല. എന്തായാലും 10-15 ഏക്കറിന് മുകളിലുണ്ടെന്ന് പറയുന്നത്. അല്ല, ഇതൊരു വെറൈറ്റി ചെടിയാണ്. ഇതൊരു വെറൈറ്റി ചെടി. അങ്ങോട്ട് പോകാം. അങ്ങോട്ടും പോകാം. വെള്ളമുണ്ട്. കറങ്ങാനാണെങ്കിൽ ഇവിടെ ഒരുപാട് ദൂരമുണ്ട് നമുക്ക് ഇങ്ങനെ കറങ്ങി കാണാനായിട്ട്. നിങ്ങളൊക്കെ ഇവിടെ വന്ന് നോക്കുക കേട്ടോ. വന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് അതോടൊപ്പം ഈ ചെടികളെല്ലാം ആസ്വദിക്കുക. അത് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങുക, എല്ലാം ചെയ്യുക. നമുക്ക് 10 രൂപ മുതൽ ഏകദേശം 25 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ചെടികൾ വരെ അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ജമന്തി സെക്ഷനിലേക്കാണ്. ജമന്തി ഏതൊക്കെയോ ചെടികൾ എന്തൊക്കെയുണ്ട്, ഒരുപാട് ചെടികളുണ്ട്. ഇത് വരുന്നു. ഇതെല്ലാം കാണാൻ നല്ല രസമാണ് കേട്ടോ. മുന്നോട്ടങ്ങനെ പൂക്കളിങ്ങനെ നിരന്നിക്കുക.
നമുക്കതിൻ്റെ മുകളിലത്തെ ഒരു സീൻ എന്താ കാണിച്ചു തരാം. മുകളിൽ നിന്നുള്ള ഇത് ഇവർ പറയുന്നുണ്ട്, ഇത് നമുക്കിവിടെ ഒരു പാസ് ഉണ്ട്. പാസ് എത്രയാണ്? 20 രൂപ. 20 രൂപ പാസ്സാണ്. ഈ പാസ്സിൽ എന്ന് വെച്ചാൽ വർഷങ്ങൾ പഴക്കമുള്ള, ഞാനങ്ങോട്ട് പോകുന്നില്ല, വർഷങ്ങൾ പഴക്കമുള്ള ചെടികളെല്ലാം അവിടെ ഉണ്ടെന്ന് പറയുന്ന, എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ചെടികൾ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വന്നിട്ട് കാണുക. അതിൻ്റെ വഴിയാണിത്, എൻട്രൻസ്. ആഹാ, കയറി കാണാവുന്നതാണ്. ഞാനിപ്പോൾ എന്തായാലും വേറെ ആൾക്കാരുണ്ട്. വെള്ളം കിട്ടി, വെള്ളം എടുത്തിരുവാ. ഓ എന്താ വെള്ളം തരാൻ പറഞ്ഞേ. ഇല്ല കുഴപ്പമില്ല. അതെ, നമുക്കിതുവഴി മുകളിലോട്ട് കയറി ഇതിൻ്റെ പാസ്സുണ്ട്. പഴയ ഒരു വർഷങ്ങൾ പഴക്കമുള്ള ചെടികളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാവുന്നതാണ് കേട്ടോ. 20 രൂപ പാസ്സാണ്. ഞാനങ്ങനെ കയറുന്നില്ല എന്തായാലും. ഇതിൻ്റെ ജസ്റ്റ് സീനറി ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്നാൽ കുറച്ചുകൂടി വ്യൂസ് നല്ലതായിട്ട് കാണാൻ പറ്റും. പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഹായ് കൂട്ടുകാരെ. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ കുഴിപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വരിക. തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ബാലാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കുഴിപ്പള്ളം ഉള്ളത്. ഏകദേശം ബാലാപുരത്ത് നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ദൂരമാണ് ഈ കുഴിപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. ഏകദേശം നമ്മളൊരു വലിയൊരു ബോട്ടണിക് ഗാർഡൻ തന്നെയാണ്. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ഈ സ്ഥലമൊക്കെ ഒന്ന് വന്ന് കാണുക. അത് നല്ല കാണാനൊരു ഭംഗിയുള്ള ഏരിയയാണ്. പിന്നെ 20 രൂപ പാസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ വർഷങ്ങൾ പഴക്കമുള്ള ചെടികളെല്ലാം കാണാവുന്നതാണ്. അതുപോലെ അത് വാങ്ങാനും പറ്റുന്നൊരു അവസരം കൂടിയാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല ചെടികളും ഇവിടെ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്നതല്ല, ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ കാണാം. ടേക്ക് കെയർ, ബൈ.